ഹേ ഗായ്സ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണോ? ഇവിടെ മഴയായിട്ട് ടെൻറ്റിനുള്ളിൽ നിന്നാണ് ഇൻട്രോ പറയാൻ പറ്റുന്നത്. ഇത്ര നേരം വെയിലായിരുന്നു, നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ഇപ്പോൾ മഴ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് തന്നെ ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ സൂര്യനെല്ലി തന്നെയാണുള്ളത്. ഇന്നിപ്പോൾ ഞങ്ങൾ ഐറ്റിനറി സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ആനേറങ്ങൽ ഡാം വ്യൂ. അത് ഞാൻ തോന്നുന്നുണ്ട്, പേര് ഞാനതെപ്പോഴും മറന്നുപോകും. ഇൻ കേസ് അവിടെ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്കിലാണെന്ന് തോന്നുന്നു ഒരു ഫാൻറ്റം റോക്കോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. അപ്പോൾ അവിടെ ആയിരിക്കും സംഭവം. നമ്മളുടെ ഉദ്ദേശം സൺസെറ്റ് കാണാമെന്നുള്ളതാണ്. അപ്പോൾ അത് എവിടെന്നെങ്കിലും ഒന്ന് കാണണം. ഇനിയിപ്പോൾ അതിൻ്റെ പോസിബിലിറ്റി ഇല്ല, കാരണം മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺസെറ്റ് കാണാനുള്ള യോഗമില്ല. ഞങ്ങളെല്ലാവരും ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിരിക്കുകയാണ്. ഇനി ഒരു 4:30 ആവുന്ന സമയത്ത് ഇവിടുന്ന് ജസ്റ്റ് ഒരു ടീ ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും. ഇതൊന്ന് ഇവിടെ പിടിച്ച് കെട്ടട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുമ്പോൾ അറിയാം. വെൽക്കം ടു നിത്യ ദി അൺഫിൽറ്റർഡ്, മൂന്നാർ ഡയറീസ് എപ്പിസോഡ് 2. ചായ കുടിക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് അവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ചായ കുടിച്ച് വരുമ്പോഴത്തേനും നിങ്ങൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് വരും. ഇനി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് 2 സർക്കസും കൂടെ കളിച്ചാൽ സെറ്റാവും. ആന ഇറങ്ങും ഡാമോ? അത് നേരെ മുന്നിൽ കാണണേ. അവിടേക്ക് ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ട് എന്ത് ട്രക്കിംഗ്? അങ്ങോട്ട് നിരന്നതല്ലേ? ജീപ്പ് സഫാരി നാളെയാ? നാളെ ഏർലി മോർണിംഗ് 5 മണിക്ക്. അത് ട്രക്കിംഗ് അല്ലേ? അത് ട്രക്കിംഗ് പോണെങ്കിൽ കൊറേ ജീപ്പിൽ കയറി മോളിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട്. നാളെ മോർണിംഗ് അല്ല, 5 മണിക്കല്ലേ ട്രക്ക്? 4 മണിക്ക് വേക്കപ്പ് കോളാണ്. ഞാൻ കണ്ടോളം ഉറങ്ങാം. ഞാൻ 3:30 ആകുമ്പോൾ എണീക്കും. പോയിട്ട് ബാത്റൂമിലൊക്കെ പോയി കുളിച്ച് ഫ്രഷായിട്ട് വരും. കുളിച്ചാ? ഞാൻ കുളിക്കൊന്നുമില്ല. ഞാൻ എന്നിട്ട് ഡ്രസ്സ് തന്നെ ഞാൻ നാളെ രാവിലെ ആകുമ്പോൾ ട്രക്ക് ചെയ്യും. വൃത്തിയില്ലാത്ത മനുഷ്യന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനൊക്കെ ഒരു ബാഗും 2 ഡ്രസ്സും 3 അതന്നെ തിരിച്ചു മറിച്ചു വിടുക. രാവിലെ മഞ്ഞുണ്ടെന്നുണ്ടെങ്കിലേ അല്ലേ, ഇതിങ്ങനെ തുറന്നിട്ടുള്ള അല്ലേ സെറ്റ്. മുണങ്ങ് അതങ്ങനെ പറയൊക്കെ തീർക്കുന്നുണ്ട്. പോയി കൊക്കണ്ട. ഇത് നിനക്കൊരു പാഠമായിട്ടിരിക്കട്ടെ. പൊറോട്ടയൊക്കെ ഐസായിട്ടുണ്ട് കേട്ടോ. അല്ലേ? ആയതുകൊണ്ട് ചപ്പാത്തി ആണെങ്കിൽ എന്താ അപ്പൊ പൂരിയോ? ഒന്നും കഴിക്കില്ല. അപ്പൊ നീ പൂരി വാങ്ങിക്കൂടാ? ചോദിച്ചേ പൂരി ആയിട്ടുള്ള ഫാൻറ്റം എന്താ? ഫാൻറ്റം റോക്ക് ആണോ? ഇതിന്റെ നേരെ ബാക്കിൽ കാണുന്നതാണോ ഫാൻറ്റം റോക്ക്? ഇവര് പറഞ്ഞില്ലേ ഇപ്പൊ ഈവനിങ് ഒന്നെങ്കിൽ ഫാൻറ്റം അല്ലെങ്കിൽ അത്, അല്ലെങ്കിൽ ഇത്. നമ്മളെ ലിസ്റ്റിലുള്ളത് ആനേറങ്ങൽ ഡാം. പാവച്ചക്കൻ കുറേ തവണ തുടച്ചു കിട്ടും.
നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കൈ കഴുകാൻ ഇറങ്ങുമ്പോഴൊക്കെ ചവിട്ടോട്ടൊക്കെ പിന്നെ തുടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കറി അത് വേസ്റ്റ് ആവുന്ന. ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ടെൻറ്റ് കാണിച്ചു തരാം ഞാൻ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ടെൻറ്റ്, ഉള്ളിൽ കാണിച്ചു തരാം. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല കോട ഇറങ്ങുന്നുണ്ടാവുമായിരിക്കും, എക്സ്പെക്റ്റേഷനാണ്. രാവിലെ ആകുമ്പോൾ സൺറൈസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും. പിന്നെ ബാക്കിലൊക്കെ മലയാണ് കേട്ടോ, ഒരു പാറക്കെട്ടൊക്കെയാണ്. അവിടെ നേരത്തെ കുറച്ച് ആടിനെയൊക്കെ കണ്ടിരുന്നു, പോയി തോന്നുന്നു. ഇവിടെ ശരിക്കും ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. കാരണം നേരെ മുമ്പ് തന്നെ ഒരു ഹില്ലാണ്, പിന്നെ പുറകിലാണെന്നുണ്ടെങ്കിൽ വലിയൊരു പാറയാണ്, ആ സൈഡിലും പാറയാണ്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏലക്കായൻ്റെ തോട്ടാണ്. അപ്പോൾ നല്ലൊരു തണുത്ത കാറ്റാണ് വരുന്നത്, വെയിലില്ല, അതേപോലെ തന്നെ വലിയ തണുപ്പൊന്നുമില്ല. നമുക്ക് ജാക്കറ്റൊക്കെ ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. ഈവനിങ് എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇവിടെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ കുളിക്കാനായിട്ട് ഹീറ്റർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഇനിയിപ്പോൾ കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് റെഡി ആയിട്ട് വരാം. ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുളിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് പുതിയ പ്രോപ്പർട്ടി ആയിരിക്കും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. ഞാനൊരു കിറ്റിൽ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോകണം, കാരണം ഇവിടെ നിന്ന് തന്നെ മാറ്റിയിട്ട് പോകണം. അവിടെ ടെൻറ്റിൻ്റെ ഉള്ളിൽ മാറ്റാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്നൊന്ന് കുളിച്ചിട്ട് വരാം. ഷർട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കുളിച്ചു കേട്ടോ. ഹീറ്ററിലുകൊണ്ട് രക്ഷപ്പെട്ടു, തണുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഒന്ന് സ്കിൻ കെയർ ചെയ്യണം, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്യാം. കാരണം കുറച്ച് കഥകൾ പറയാനുണ്ട്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ യൂഷ്വലി ചെയ്യാറില്ല. പക്ഷേ ഇവിടെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യാൻ വിചാരിച്ചു. മോനെ 1-2 ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അവനെ കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ട്രക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം റിസ്ക് എടുത്തിട്ടാണല്ലോ വരുന്നത്. റിസ്ക് ഇൻ ദ സെൻസ് കുറേ നേരം ബസ് വെയിറ്റ് ചെയ്യണം, പിന്നെ ജീപ്പ്, പിന്നെ കുറേ നടന്ന് കയറാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവന് ഈ ഒരു ഏജിൽ അത് ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവനെ കൂട്ടാതെ പോകുന്നത്. അവനും സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് കുറേ തവണ ചോദിച്ചിരുന്നു, പക്ഷേ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവനും എനിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ തന്നെ അത് നല്ല ടയേർഡായിപ്പോയി. കാരണം ഞങ്ങൾ അവിടെ നിന്ന് വരുന്നത് മുതലേ അപ്പം ഇങ്ങോട്ടുള്ള ബസ്സാണെന്നുണ്ടെങ്കിലും തിരിച്ച് മൂന്നാർ എത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സൂര്യനെല്ലിക്കുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിലും പിന്നെ സൂര്യനെല്ലി വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കുറേ ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അവനെ കൊണ്ടുവരാഞ്ഞത് നന്നായി എനിക്ക് പിന്നീട് തോന്നി. സത്യം പറഞ്ഞാൽ അവനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവനും ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് അവന് ഇഷ്ടമാണ്. പക്ഷേ എന്താണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടായി പോകും. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. അത് അധികവും ഞാൻ പ്രിഫർ ചെയ്യുന്നത് അടുത്ത എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ്. അതാകുമ്പോൾ ട്രാവലിൽ വലിയ ബുദ്ധിമുട്ട് അവന് വരില്ല. പിന്നെ മുൻപ് ഇതേപോലെ 1-2 തവണ കൊണ്ടുപോയ സമയത്ത് ദൂരെ കൊണ്ടുപോയ സമയത്ത് അവനാണെന്നുണ്ടെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ അവന് ബോറടിക്കാൻ തുടങ്ങുക. കാരണം അവനൊഴികെ ബാക്കി എല്ലാവരും എൻ്റെ ഏജിലുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അവന് ഒരു എന്താണ് അഡൾട്ട്സിനോട് മിങ്കിൾ ചെയ്യുന്നതിൽ ഒരു പരിധി വരെ അവനൊരു എന്താണ് എപ്പോഴും ചൈൽഡിഷ് ആയിട്ട് തന്നെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിലും തിരിച്ചൊരു കുട്ടികളെ പോലെ പെരുമാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് കുറേയൊക്കെ ഒരു സമയം കഴിയുമ്പോൾ നമുക്കും അത് പറ്റില്ല.
അപ്പോൾ അവനങ്ങനെ ബോറടിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോൾ കൊണ്ടുപോകാറില്ല ദൂരത്തേക്ക്. പിന്നെ അടുത്തൊക്കെ പറഞ്ഞതുപോലെ കോഴിക്കോട് എവിടെയെങ്കിലും തന്നെ ഫുഡ് കഴിക്കാനായിട്ടോ അല്ലെങ്കിൽ ചാടിക്കാനായിട്ടോ അവനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എന്തായാലും അവനെ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതാണ്. മോനപ്പോൾ അമ്മയുടെ കൂടെ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് വയനാട്ടിൽ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്താലോ എന്ന് വിചാരിച്ചിരുന്നു. കാരണം ഞാൻ ഇങ്ങോട്ട് വന്നത് 2 ദിവസത്തെ ട്രിപ്പിനാണ്. അപ്പോൾ അവനെ ഞാൻ 4 ദിവസം കാണാതിരിക്കണം. കാരണം ഞാൻ ഇങ്ങോട്ട് പോരുന്നതിൻ്റെ തലേ ദിവസമാണ് അമ്മയും മോനും കൂടെ വയനാട്ടിൽ പോയത്. അപ്പോൾ ഒരു ദിവസം ഞാൻ മോന് കൂടെ ഇല്ലാതെ വീട്ടിൽ നിൽക്കണമായിരുന്നു. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ തന്നെയാണ് എന്നെ ഫോഴ്സ് ചെയ്ത് അമ്മ പോയിട്ട് വാ അടിച്ച് പൊളിച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് ഞാൻ എടുത്ത KSRTCൻ്റെ ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ എല്ലാം ക്യാൻസലാക്കി പോകണ്ടാന്ന് തീരുമാനിച്ചെടുത്തുനിന്ന് പിന്നെ അങ്ങനെ എടുത്തിട്ട് പോകണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എപ്പോഴും ഞാൻ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇതേപോലെ ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോയിട്ട് വരുന്ന സമയത്ത് അവന് വേണ്ടിയിട്ടും ഞാനൊരു ടൈം കണ്ടെത്താറുണ്ട്. ഒരു കോമ്പൻസേഷൻ എന്ന് പറയാം. ഒന്നെങ്കിൽ എവിടേക്കെങ്കിലും അടുത്ത് തന്നെ എവിടേക്കെങ്കിലും അവനും ഞാനുമായിട്ടൊരു ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ അവന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് കോഴിക്കോട് തന്നെ കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് ദൂരത്തോട്ടായതുകൊണ്ട് തന്നെ എനിക്ക് അവന് അത്യാവശ്യം നല്ലൊരു കോമ്പൻസേഷൻ തന്നെ അവന് കൊടുക്കണം. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ വേറൊരു ട്രിപ്പ് ഞാനും അവനും മാത്രമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് വിശേഷങ്ങൾ. ഇവിടുത്തേത് ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഫ്രഷായി. ഒരു 4:30 ആവുന്ന സമയത്ത് ഒരു ടീ ഉണ്ട്. അപ്പോൾ ടീ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇവിടെ 2 സ്പോട്ട് ഉണ്ട് കാണാനായിട്ട്. ഞങ്ങളെ പ്ലാൻ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ആനയിറങ്ങൽ ഡാമോ അങ്ങനെ എന്തോ ഒരു വ്യൂ പോയിൻ്റ് ആണ്. അതാണ്. ഒരു മിനിറ്റ്. അപ്പോൾ ഇവിടുത്തെ ഐറ്റിനറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആനയിറങ്ങൽ ഡാം തന്നെയാണ്. പക്ഷേ അതിന് ശേഷം അവരൊരു ഓപ്ഷൻ തന്നു, ഫാൻറ്റം റോക്കോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ 2 സ്ഥലത്തും പോയിട്ടില്ലാത്തതുകൊണ്ട് ഏതാണ് ബെറ്റർ എന്നുള്ളത് അറിയില്ല. തൽക്കാലം നമ്മളുടെ ഉദ്ദേശം സൺസെറ്റ് കാണാമെന്നുള്ളതാണ്. അപ്പോൾ അത് എവിടെ നിന്നാലും കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിൽ അങ്ങനെ പോകണം. ഓക്കെ. ഓക്കെ, അപ്പോൾ ഓൾ സെറ്റ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നല്ല ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും. ഞങ്ങൾ വരുമ്പോഴത്തേനും ചായ അവിടെ തീർന്നു തോന്നുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ചായ കിട്ടും. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെ അവസ്ഥ. എന്താ അറിയോ, ഒരു മനുഷ്യൻ്റെ മൂഡിനെ നിയന്ത്രിക്കാനുള്ള ഒരു നിർണായക പങ്ക് ചായ വഹിക്കുന്നുണ്ട് അല്ലേ? എന്താ പറയുക. ഞങ്ങളെ ടെൻറ്റിൻ്റെ അവിടേക്കൊക്കെ കോട ഇറങ്ങി തുടങ്ങിയിട്ടോ. ഇനി കുറച്ചെല്ലാം രാത്രി ആകുമ്പോഴത്തേനും അത്യാവശ്യം നല്ല കോട ഇറങ്ങുന്നുണ്ടായിരിക്കും. അടുത്തതായി അടുത്ത കല പരിപാടി എങ്ങോട്ടൊന്നും അറിയാത്ത ട്രെക്കിങ്.
നേരെ നടന്നിട്ട് മേലെ പോയിട്ട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോട്ടെ. ഇവിടെ നല്ല കോട മൂടിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ട്രെക്കിങ് കാര്യമായിട്ട് സൺസെറ്റ് കാണാനാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ വന്ന് കൊളാക്കിയതുകൊണ്ട് സൺസെറ്റ് കാണാനുള്ള യോഗമില്ല. ഇവിടെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട്, തണുക്കുന്നുണ്ട്. മെല്ലെ ജാക്കറ്റ് ഇട്ടിട്ട് മെല്ലെ നടക്കട്ടെ, കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ട്. ബാക്കിൽ കോട മനസ്സിലാവുന്നുണ്ടോ? നല്ല വെളുത്ത് കിടക്കുകയാണ് ഇവിടെയൊക്കെ. ബാക്കിലേക്ക് കുറേ നടക്കാനൊക്കെ തോന്നി. ഇപ്പം തന്നെ സൈഡായിട്ടുണ്ട്. അതിനെ ബ്ലോക്കാക്കി. അങ്ങനെയല്ലല്ലോ അതിനെ വിളിക്കണ്ടല്ലേ, പൂച്ചനെ വിളിക്കണ. അതിൻ്റെ കളർ അങ്ങനെ ആയിപ്പോയതാണോ, ഇനി അതാണോ കളറ്? ശേ, കാര്യം സാധിക്കാൻ പോയതാണല്ലോ. ഹേയ്, ഞങ്ങളെ പറ്റിച്ചതാണ് ഗൈസ്. ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ട് റോഡിന്റെ മേലെ കൂടെ നടത്തി 1500 രൂപ അവർ എണ്ണി വാങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. ആ പൈസ അങ്ങോട്ട് മേടിച്ചു കഴിഞ്ഞപ്പോ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങിയെന്നാ തോന്നുന്നത്. ഞങ്ങളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് പബ്ലിക് റോഡല്ലേ ഇത്? പബ്ലിക് റോഡാ. എന്നാ പിന്നെ ഈ റോഡിന്റെ മേലെ കൂടെ ഒരു വണ്ടി വിളിച്ചിട്ട് ആ കുന്നിന്റെ മൂലയ്ക്ക് കൊണ്ടിട്ടാ പോരെ? അവിടെ ഞങ്ങൾ ട്രക്കിംഗ് ചെയ്യല്ലോ. ഇതിപ്പോ തിരിച്ചിങ്ങോട്ട് കയറേണ്ടത് ആലോചിക്കുമ്പോ ഇവിടെ തന്നെ ഇരുന്നാലോ വിചാരിക്കാം. അവസ്ഥയാണ്. ഏതാ മല? അത് കാടാണ്. ഉണ്ടാവോ? കാടും മലയും താണ്ടി നമ്മൾ ഒരു 2 കിലോമീറ്റർ നടന്നിരിക്കണോ? പോയി നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടാവോ. നിഗൂഢമായ പാതയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കണേ. വല്ല പാമ്പൊന്നും കടിച്ചില്ലെങ്കിൽ രക്ഷപ്പെടും. തിരിച്ച് കോഴിക്കോടെത്തും. അല്ല, പാമ്പ് കടിച്ചിട്ടില്ലെങ്കിൽ കോഴിക്കോടെത്തും. ഞങ്ങളെ ഊഹങ്ങളൊക്കെ ശരി തന്നെയായിരുന്നു. നമ്മൾ പോകാൻ പോകുന്നത് ആനയിറങ്ങൽ ഡാം വ്യൂ പോയിന്റ്. ഇപ്പൊ കുറച്ച് വൈബുണ്ട്. ഒരു ട്രക്കിംഗ് ഇല്ല, പക്ഷെ ഇങ്ങനെ നടന്നു പോകുന്നൊരു ഒരു അനുഭൂതി. ഇതല്ല ട്രക്കിങ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, രാത്രി നസ്വത്തിന് എന്നെ ജന്നത്തിന് കാലൊഴിയണ പരിപാടിയായിരിക്കും അല്ലേ? ഉച്ചില് ഇതാണ് കേട്ടോ ആനയിറങ്ങൽ വ്യൂ പോയിന്റ്. ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് മെല്ലെ നമുക്ക് ടെൻറ്റിലേക്ക് തന്നെ തിരിച്ചു പോകണം. ബാക്കി രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ ടെൻറ്റ് പോയിട്ടാണ്. നമുക്കിനി DJ പാർട്ടി ഉണ്ട്, അതേപോലെ തന്നെ ഡിന്നർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. നല്ല രസമുണ്ട് ഇവിടെ. ഇങ്ങനെ ഫുള്ള് കോട മൂടിയിട്ടുണ്ട് ബാക്കിലേക്കൊക്കെ. അടിപൊളിയാണ്. വിചാരിച്ച പോലെ ഇവിടെ തണുപ്പൊന്നുമില്ല കേട്ടോ. ജാക്കറ്റൊക്കെ വെറുതെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തിട്ടായിരുന്നു, പക്ഷെ വെറുതെ ആയിപ്പോയി. ഒട്ടും തണുപ്പില്ല. എന്തായാലും ഞങ്ങൾ ഇനി ടെൻറ്റിലേക്ക് തിരിച്ചു പോവാണ്. ഒരു 2 കിലോമീറ്റർ നടക്കാനുണ്ടാവും. ചെറിയ ലൈറ്റ് കാണുന്നുണ്ട്. അതെന്നെടാ നമ്മളുടെ. എന്തായാലും അത്ര ദൂരം നടന്നെത്തണതാ. അയ്യോ, ഇതിലെ പോയി അതിലെ വന്ന് അവിടെ എത്തണം. ഓ, വല്ലാത്തൊരു ട്രക്കിംഗ് ആയിപ്പോയി. നടന്ന് ശ്വാസം എടുത്തിട്ട് ശ്വാസകോശം അങ്ങാണ്ട് ഇല്ലാണ്ടാവാണ്. ഒരു കയറ്റം കൂടെ ഉണ്ട്, അതോടെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഇറക്കം. ആ ഇറക്കം കഴിഞ്ഞാൽ ഞങ്ങൾ ക്യാമ്പിലെത്തും. ഓക്കെ, ബൈ. അല്ലാ,
തിരിച്ച് ക്യാമ്പിലെത്തിയപ്പോൾ ക്യാമ്പ് അതാ അതിമനോഹരമായിട്ട് ലൈറ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ. ഇല്ല 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 അത്ര അന്ന് നീ രണ്ട് വട്ടം ഇട്. ആ ആ ഇല്ല ആ നീ തീർന്നടാ തീർന്ന്. ഒരു യുവതി വിശന്ന് വലഞ്ഞിട്ട് എല്ലാ ടെന്റും പോയിട്ട് മുട്ടി ഭക്ഷണം ആശ്രയിക്കുകയാണ് സുഹൃത്തുക്കളെ. വിശന്ന് വലഞ്ഞിട്ട് ഞങ്ങള് തൊട്ട അയൽവാസികളോട് കുറച്ച് മിച്ചർ മേടിച്ചു. അവരുടെ ടച്ചിങ്സ് ആണോ അറിയില്ല, എന്തായാലും ഞങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മേലെ ക്യാമ്പ് ഫയർ ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കട്ടെ. ഡി ജെ അല്ല, ക്യാമ്പ് ഫയർ വിത്ത് ഡി ജെ. വലിയൊരു സുഖമില്ലായിരുന്നു. അപ്പം മെല്ലെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇവിടെ ടെൻറ്റിൽ വന്നിട്ട് കിടന്നു. അപ്പോൾ ഫുഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഫുഡ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് മെല്ലെ വന്ന് കിടക്കട്ടെ. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നേരെ കിടക്കാൻ പോവാണ്, കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. നാളെ രാവിലെ നേരത്തെ എണീക്കണം, ഒരു 3 മണിക്കെങ്കിലും എണീക്കണം. കാരണം 4 മണിക്കാണ് ട്രെക്കിങ് കൊളുക്കുമലയ്ക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ജീപ്പ് വന്ന് പിക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇനി അപ്പോൾ നാളത്തതും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് നാളത്തെ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. വീണ്ടും നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ കിടന്നുറങ്ങാൻ പോകുന്നത്. വല്ല പാമ്പും കൊത്തി ചത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.